നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിലെ എൽറ്റൺ ഗൾഡ് നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യ കാലാവധി കുറയും, തുക വർദ്ധിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റി പുതുതായി എത്തിയ മലയാളി കുടുംബങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമായ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ പരാമർശിക്കുന്നത്. ജർമ്മനിയിൽ പുതിയതായി കുഞ്ഞുങ്ങൾ ജനിക്കുന്ന കുടുംബങ്ങൾക്ക് നൽകുന്ന മാതാപിതാക്കളുടെ അലവൻസ് ആയ എൽറ്റൺ ഗൾഡ് അല്ലെങ്കിൽ പേരന്റൽ അലവൻസ് നിയമങ്ങളിൽ വലിയ പരിഷ്കാരങ്ങൾക്ക് മെർസ് സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. ഫാമിലി അഫയേഴ്സ് മന്ത്രി കാറിൻ പ്രിയൻ മുന്നോട്ട് വെച്ച പുതിയ കരട് നിർദ്ദേശങ്ങൾ പ്രകാരം ആനുകൂല്യങ്ങളുടെ ആകെ കാലാവധി കുറയ്ക്കാനും എന്നാൽ പ്രതിമാസം ലഭിക്കുന്ന തുക വർദ്ധിപ്പിക്കാനുമാണ് തീരുമാനം. കുട്ടികളുള്ള പ്രവാസി മലയാളി കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ പരിഷ്കാരത്തിന്റെ പ്രധാന വിവരങ്ങളാണ് ഞങ്ങൾ പോയിന്റുകളായി വ്യക്തമാക്കുന്നത്. ആകെ കാലാവധി 14 മാസത്തിൽ നിന്ന് 12 മാസമായി കുറയും. നിലവിൽ പങ്കാളികളായ 2 പേരും ലീവ് എടുക്കുകയാണെങ്കിൽ പരമാവധി 14 മാസം വരെ എൽറ്റൺ ഗൾഡ് ലഭിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഇത് 12 മാസമായി കുറയും. പുതിയ പങ്കാളിത്ത നിയമത്തെ പറ്റി പറയുമ്പോൾ ഭാവിയിൽ അമ്മയ്ക്കും പിതാവിനും 3 മാസം വീതം ലീവ് നിർബന്ധമായി നീക്കിവെക്കും. പഴയ നിയമത്തിൽ ഇത് 2 മാസമായിരുന്നു. ബാക്കിയുള്ള 6 മാസത്തെ ലീവ് ദമ്പതികൾക്ക് പരസ്പരം ആവശ്യാനുസരണം പങ്കിടാം. അതായത് ഒരു പങ്കാളിക്ക് മാത്രം പരമാവധി 9 മാസം വരെ മാത്രമേ ഇനി എൽറ്റൺ ഗൾഡ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേസമയം സിംഗിൾ പേരന്റ്സ് ആയവർക്ക് മുൻപത്തെ പോലെ തന്നെ മുഴുവൻ 12 മാസത്തെയും ആനുകൂല്യങ്ങൾ ഒറ്റയ്ക്ക് ലഭിക്കും. പ്രതിമാസ തുകയിലും വർധനവുണ്ട്. കാലാവധി 2 മാസം കുറയ്ക്കുമ്പോഴും പ്രതിമാസം ലഭിച്ചിരുന്ന തുകയിൽ സർക്കാർ നേരിയ വർധനവാണ് വരുത്തിയിട്ടുള്ളത്. മിനിമം തുക പ്രതിമാസം ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ തുകയായ 300 യൂറോയിൽ നിന്ന് 330 യൂറോയായി ഉയരും. എന്നാൽ മാക്സിമം തുക പരമാവധി ലഭിക്കുന്ന തുക 1800 യൂറോയിൽ നിന്ന് 1900 യൂറോയായി വർദ്ധിക്കും. മുൻപത്തെ പോലെ തന്നെ പ്രസവത്തിന് മുമ്പുള്ള നെറ്റ് വരുമാനത്തിന്റെ ഏകദേശം 65% തുകയായിരിക്കും എൽറ്റൺ ഗൾഡായി നിശ്ചയിക്കുക. 2025 ഏപ്രിൽ നിലവിൽ വന്ന നിയമപ്രകാരം പ്രതിവർഷം 1,75,000 യൂറോയ്ക്ക് മുകളിൽ നികുതി ബാധ്യസ്ഥരായ വരുമാനമുള്ള ദമ്പതികൾക്ക് എൽറ്റൺ ഗൾഡിന് അർഹത ഉണ്ടാവില്ല. ഇനി പരിഷ്കാരത്തിന്റെ പിന്നിലെ കാരണങ്ങൾ നോക്കിയാൽ 2027 ഫെഡറൽ ബജറ്റിലെ പ്രതിസന്ധികൾ കാരണം ഫാമിലി മിനിസ്ട്രിയുടെ ബജറ്റിൽ നിന്ന് ഏകദേശം 500 മില്യൺ യൂറോ ലാഭിക്കേണ്ടതുണ്ട്. മന്ത്രാലയത്തിന്റെ ഏറ്റവും വലിയ ചിലവുകളിൽ ഒന്നാണ് എൽറ്റൺ ഗൾഡ്. എന്നാൽ പിതാക്കന്മാരുടെ പങ്കാളിത്തം കൂട്ടുക വഴി കുട്ടികളുടെ പരിചരണത്തിൽ പിതാക്കന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തുല്യമായി ഉത്തരവാദിത്തം പങ്കിടാനും മാതാപിതാക്കളെ പ്രേരിപ്പിക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ്. നിലവിൽ ജർമ്മനിയിൽ എൽറ്റൺ ഗൾഡ് വാങ്ങുന്നവരിൽ 25.9% മാത്രമാണ് പുരുഷന്മാർ. എന്നാൽ ഇതിനെതിരെ വിമർശനവുമായി സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാരിന്റെ പുതിയ തീരുമാനത്തിനെതിരെ ജർമ്മൻ വിമൻസ് കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ കടുത്ത എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഫാമിലി മന്ത്രാലയത്തിന്റെ ബജറ്റ് വരും വർഷങ്ങളിൽ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുന്നത് സാധാരണക്കാരായ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്നും കുട്ടിയുടെ 1-ാം വർഷത്തിൽ കുടുംബങ്ങൾക്ക് ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുമാണ് വിമർശകരുടെ വാദം. ഈ കരട് നിർദ്ദേശങ്ങളിൽ വരും മാസങ്ങളിൽ പാർലമെന്റിൽ കൂടുതൽ ചർച്ചകൾ നടന്ന ശേഷമായിരിക്കും അന്തിമ നിയമനിർമ്മാണം നടക്കുക. എന്നാൽ ഈ എൽറ്റൺ ഗൾഡ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നിയമ പശ്ചാത്തലവും ഇത് ജർമ്മനിയിലെ മലയാളി കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ ആഴത്തിലുള്ള വിശകലനമാണ് ഇനി പറയുന്നത്. ജർമ്മൻ ഫെഡറൽ നിയമ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയിൽ മാതാപിതാക്കൾക്കുള്ള അലവൻസുകൾ നിയന്ത്രിക്കുന്നത് ബുണ്ടസ് എൽറ്റൺ ഗൾഡ് und എൽറ്റൺ സൈറ്റ് ഗസറ്റ്സ് അതായത് BEEG എന്ന ഫെഡറൽ നിയമം വഴിയാണ്. ഫാമിലി മിനിസ്ട്രി കൊണ്ടുവരുന്ന എല്ലാ പരിഷ്കാരങ്ങളും ഈ നിയമത്തിന്റെ ഭേദഗതികളായാണ് വരുന്നത്. നിലവിൽ മന്ത്രി കാറിൻ പ്രീൻ സമർപ്പിച്ചിരിക്കുന്നത് 2027 ബജറ്റ് ലാഭിക്കൽ ലക്ഷ്യമിട്ടുള്ള ഒരു കരട് ബിൽ ആണ്. ജർമ്മൻ പാർലമെന്റായ ബുണ്ടസ്റ്റാഗും ബുണ്ടസ്റാറ്റും ഇത് ചർച്ച ചെയ്ത് പാസാക്കിയ ശേഷം മാത്രമേ നിയമമായി ഫെഡറൽ ഗസറ്റ്സിൽ അന്തിമമായി വരികയുള്ളൂ. കഴിഞ്ഞ വർഷം അതായത് 2025 ഏപ്രിൽ ഇതേ BEG നിയമത്തിൽ വരുത്തിയ ഭേദഗതി പ്രകാരം വാർഷിക വരുമാന പരിധി 1,75,000 യൂറോയായി ഗസറ്റിൽ പുതുക്കി നിശ്ചയിച്ചിരുന്നു. ഇതിനു മുകളിൽ വരുമാനമുള്ളവർക്ക് നിലവിലും എൽറ്റൺ ഗൾഡിന് അർഹതയില്ല. ഇത് മലയാളികളെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ മലയാളി കുടുംബങ്ങളെ മറ്റു കാര്യങ്ങൾ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ജർമ്മനിയിലെ മലയാളി കുടുംബങ്ങളുടെ തൊഴിൽ ജീവിത ശൈലികൾ വെച്ച് നോക്കുമ്പോൾ ഈ നിയമം കൂടുതലായി പോസിറ്റീവായും എന്നാൽ നെഗറ്റീവായും ബാധിക്കും. ഇതിന്റെ ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ ഹെൽത്ത് കെയർ, നഴ്സിംഗ് മേഖലയിലെ മലയാളികൾക്ക് ലാഭമുണ്ടാകും. ജർമ്മനിയിലെ ഭൂരിഭാഗം മലയാളി കുടുംബങ്ങളിലും പങ്കാളികൾ 2 പേരും ഉദാഹരണത്തിന് നഴ്സിംഗ് മേഖലയിൽ
ജോലി ചെയ്യുന്നവരാണ്. പ്രസവത്തിന് മുൻപ് പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നവർക്കോ കുറഞ്ഞ ശമ്പളം ഉണ്ടായിരുന്നവർക്കോ മിനിമം തുക 330 യൂറോയായി വർദ്ധിക്കുന്നത് സഹായകരമാകും. ഉയർന്ന ശമ്പളമുള്ള IT പ്രൊഫഷണലുകൾക്കാണ് കൂടുതൽ നേട്ടം. IT എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് പ്രതിമാസ മാക്സിമം തുക 1800 നിന്ന് 1900 യൂറോയായി ഉയർത്തുന്നത് വലിയൊരു ആശ്വാസമാണ്. ഒരു മാസത്തിൽ 100 യൂറോയോളം അധികമായി കയ്യിൽ കിട്ടും. എന്നാൽ ഇതിന്റെ ദോഷങ്ങളും വെല്ലുവിളികളും നോക്കിക്കഴിഞ്ഞാൽ 2 മാസത്തെ തുകയാണ് നഷ്ടപ്പെടുന്നത്. ആകെ ലഭിക്കുന്ന കാലാവധി 14 മാസത്തിൽ നിന്ന് 12 മാസമായി കുറയുന്നതോടെ കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന 2 മാസത്തെ തുക പൂർണ്ണമായും നഷ്ടപ്പെടും. മാക്സിമം തുക വാങ്ങുന്ന ഒരു കുടുംബത്തിന് ഇതിലൂടെ 3800 യൂറോയോളം, ഇനിയും ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏതാണ്ട് 3.4 ലക്ഷം രൂപ ആകെ ലഭിക്കുന്ന തുകയിൽ കുറവുണ്ടാകും. കേരളീയ പാരമ്പര്യമനുസരിച്ച് കുഞ്ഞ് ജനിച്ച ശേഷമുള്ള ആദ്യ മാസങ്ങളിൽ അമ്മമാരാണ് ഭൂരിഭാഗവും ലീവ് എടുക്കാറുള്ളത്. എന്നാൽ പുതിയ നിയമപ്രകാരം പിതാവ് നിർബന്ധമായും 3 മാസം ലീവ് എടുക്കണം. അതായത് സോൾ റെസ്പോൺസിബിലിറ്റിയാണ്. ഇല്ലെങ്കിൽ ആ 3 മാസത്തെ കാശ് നഷ്ടപ്പെടും. ഇത് പല മലയാളി പുരുഷന്മാർക്കും ജോലി സ്ഥലത്തെ ഷിഫ്റ്റുകളും ഡ്യൂട്ടികളും അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുക. ഇതുകൂടാതെ ചൈൽഡ് കെയർ പ്രതിസന്ധി, അതായത് കീറ്റ പ്രതിസന്ധി ഉണ്ടായേക്കാം. കുഞ്ഞിന് 1 വയസ്സാകുമ്പോൾ തന്നെ എൽറ്റേൺഗൾഡ് നിൽക്കും. എന്നാൽ ജർമ്മനിയിൽ 1 വയസ്സുള്ള കുട്ടിക്ക് കീറ്റയിൽ അല്ലെങ്കിൽ ഡേ കെയറിൽ അഡ്മിഷൻ കിട്ടുക എന്നത് നിലവിൽ കടുത്ത പ്രതിസന്ധിയാണ്. എൽറ്റേൺഗൾഡ് നിൽക്കുകയും കീറ്റയിൽ സ്ഥലം കിട്ടാതിരിക്കുകയും ചെയ്താൽ മലയാളി അമ്മമാർക്ക് ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. ഇത് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ പുതിയ നിയമം വരുന്നതോടെ മലയാളി കുടുംബങ്ങളിലെ പുരുഷന്മാർ കുട്ടികളുടെ പരിചരണത്തിനായി കൂടുതൽ ലീവ് എടുക്കാൻ നിർബന്ധിതരാകും. പ്രതിമാസ തുക കൂടുമെങ്കിലും 2 മാസത്തെ ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രവാസി കുടുംബങ്ങൾക്ക് കനത്ത സാമ്പത്തിക നഷ്ടം തന്നെയാണ് ഉണ്ടാക്കുക. എന്തായാലും നിയമം 2027 ജനുവരിയിലാകും പ്രാബല്യത്തിൽ വരിക. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ജർമ്മൻ പാർലമെന്റും അതായത് ബുണ്ടസ്റ്റാഗും ബുണ്ടസ്റാറ്റും സൂസാഗ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നിയമമായി പരിണമിക്കുകയുള്ളൂ. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.